ഹലോ, പ്രിജേഷാണേ. ഫുഡ് ആൻഡ് ട്രാവൽ PPസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആനവണ്ടിയിലെ ഉല്ലാസയാത്രയിലെ 3ാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് DFOS ബംഗ്ലാവിൻ്റെ മുമ്പിലാണ്, നിലമ്പൂർ. നമ്മൾ ഈ ബംഗ്ലാവൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഇൻട്രോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിവിടുന്ന് പരിചയപ്പെട്ട കുറച്ച് കൂട്ടുകാരൊക്കെ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പം നേരത്തെ അവരുടെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു. അടിപൊളി, കാണാം. വലിയ കാടിന് നടുവിലാണ് DFOS ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എൻട്രി ഫീസ് നമ്മൾ സ്റ്റാർട്ടിങ്ങുള്ള ചെക്ക് പോസ്റ്റിൽ അടക്കണം. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 15 രൂപയും വിദ്യാർത്ഥികൾക്ക് 10 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5-5:30 വരെയാണ് പ്രവേശനം. റോഡിൻ്റെ ഇരുവശത്തും കൂറ്റൻ മരങ്ങളും ഒക്കെ ആയിട്ടുള്ള കാടുകളാണ്. പിന്നെ പല സ്ഥലത്തും ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ നല്ല ഇനപ്രാവുകളൊക്കെ നല്ല രീതിയിൽ സല്ലപിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യേണ്ട സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബംഗ്ലാവിലേക്കുള്ള യാത്രയിൽ നമുക്ക് പ്രകൃതി ഭംഗിയും അതുപോലെ മറ്റ് പ്രണയരംഗങ്ങളുടെ ഭംഗികളും ഒക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ ബംഗ്ലാവിലേക്ക് എത്താം. അപ്പോൾ ഇതാണ് ബംഗ്ലാവിൻ്റെ എൻട്രൻസ്, ഓൾഡ് DFOS ബംഗ്ലാവ്. 1898 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ ബംഗ്ലാവ് 1920 മലബാർ കലാപ സമയത്ത് പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും തുടർന്ന് 1928 ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഇത് പൂർണ്ണമായും പുനർനിർമ്മിച്ചത്. 90 കാലഘട്ടങ്ങൾ വരെയൊക്കെ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും മറ്റും പല ഓഫീസും മറ്റും ഒക്കെയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യമായിട്ട് ടൂറിസം, അതായത് ഇതുപോലെ നമ്മളെപ്പോലെയൊക്കെയുള്ള പല ആൾക്കാരും വന്ന് സന്ദർശിക്കുകയും അതുപോലെ തന്നെ പല സിനിമകളുടെയും ചിത്രീകരണം ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല വലിയ മുറികളും ഒക്കെ ആയിട്ടുള്ള ഒരു 2 നില കെട്ടിടം. സിനിമയിൽ ഭാർഗവി നിലയം പോലെ ഒക്കെയുള്ള പഴയ വീടുകളുടെ ഒക്കെ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷനാണ് ഇത്. നമ്മൾ പോകുന്ന സമയത്തും ഇവിടെ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പോകുന്ന ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ആ സമയത്തും സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമ ചിത്രീകരണം നടക്കുന്ന സമയത്ത് ഈ ബംഗ്ലാവിൻ്റെ അകത്തേക്ക് പ്രവേശനം ഉണ്ടാകുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ മുകളിലും ഒക്കെ നടന്ന് കണ്ട് അതിനുശേഷം താഴോട്ടിറങ്ങി നമ്മളെ ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചുറ്റിലും വരാന്തയും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു പഴയ കെട്ടിടം. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ സ്കൈ വാക്ക്. ഈ ബംഗ്ലാവിൻ്റെ തൊട്ടടുത്ത് തന്നെ കാട്ടിൻ്റെ മുകളിലോട്ട് നമുക്ക് കാടിൻ്റെ താഴെ വരെ പോയിട്ട് തിരിച്ച് അതേ നടപ്പാതയിലൂടെ തന്നെ വേണം നമ്മൾ കയറി വരാനും. നല്ല ഇരുമ്പിൻ്റെ പാലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ പില്ലറും ഒക്കെ കൊണ്ട് നല്ല മനോഹരമായിട്ട് കെട്ടിപ്പൊക്കിയ ഒരു ഇരുമ്പ് പാലം. സ്കൈ വാക്ക് എന്നാണ് ഇതിനിവിടെ പറയുന്നത്. ഇതിൻ്റെ ഇടക്കും കുറേ ഇണപ്രാവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലവും നമുക്ക് കവർ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം ടൂറിസം സ്പോട്ടിലൊക്കെ പോകുമ്പോൾ ആദ്യം വിചാരിക്കുന്നത് നല്ല വീഡിയോ ഒക്കെ പകർത്താമെന്നായിരിക്കും. പക്ഷേ നല്ല വീഡിയോ ഒക്കെ പകർത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ നല്ല ചൂടൻ പ്രണയസല്ലാപങ്ങളൊക്കെ നടക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ പകർത്താനും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമാ ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഡമ്മി കിണറാണേ. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ശരിക്കും ഒറിജിനൽ കിണർ പോലെ ഉണ്ടാവും, പക്ഷേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.